Hello guys. എടാ ഇൻട്രോ. Hey guys, welcome to my YouTube channel. Sorry, our YouTube channel. ഇത് നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. ഗൈസ്, നമ്മളിപ്പോൾ ഇങ്ങനെ ആച്ചാപ്പിനെയും കാത്ത് ബസ് സ്റ്റോപ്പിൽ കാത്തിക്കൊന്ന് ഇവിടെ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അവസാനം ദേ ആച്ചാപ്പി വന്നേ. അതിനുശേഷം അവർക്ക് പോയിട്ട് 0 ഡിഗ്രി പോയിട്ട് അവിടെ നിന്ന് ഞാനൊരു ഫ്രൂട്ട് സാലഡാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് വാങ്ങിയത് എന്നെക്കാട്ട് മുന്നേ തിന്നുന്ന 2 ആൾക്കാരാണ് ഈ കാണുന്നത്. ഒരുത്തി മുന്തിരി മാത്രം തപ്പിപ്പെറുക്കി തിന്നാൻ നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. വരുവേ വീഡിയോയിൽ ഇല്ല, ആർച്ചാപ്പിന് മാത്രം കിട്ടിയിട്ടില്ല. ഞാൻ ആർച്ചാപ്പി എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ ബർഗർ എടുത്തു അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു, കാരണം ക്ലാസ്സും കഴിഞ്ഞ് ഡയറക്റ്റ് നേരെ വരുന്നതാണ്. അപ്പോൾ പിന്നെ ലേറ്റ് ആവുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ ചെന്നൊന്ന് കഴിച്ചിട്ട് പോവാമെന്ന് അങ്ങനെ കഴിച്ചു. ഇത് എൻ്റെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ തന്നെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെന്താ, അവൾക്ക് തിന്നിട്ട് മതിയായി. അവൾ അവസാനം എങ്ങനെയല്ലോ വാരി വലിച്ച് തിന്നുന്നുണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴേക്ക് വന്നു. നമ്മളെ വീടാണ്, നീ അറിയില്ലേനോ? നമ്മളെ നല്ല കഞ്ഞിണ്ടോ ആർച്ച വിചാരിക്കും വെറുതെ വന്നിട്ടുള്ളത്തേക്ക്. പുതിയൊരു വീഡിയോക്ക് അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണിത്. നമ്മൾ റെഡിയായി, 4 ആൾ റെഡിയായി. അവളിപ്പുറത്തെ റൂമിലേ ഉണ്ടായത്. അങ്ങനെ ഇതാ നമ്മൾ റെഡിയായി, എല്ലാവരും സെറ്റായി എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം വീട്ടിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചു. അവളപ്പുറത്തായതുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവസാനം അങ്ങനെ ഓളും വന്നു. നമ്മളാദ്യം കുറച്ച് വീഡിയോകളെല്ലാം എടുത്തു. ഇതിപ്പോൾ രാവിലെ 7 മണിയായിനി, പക്ഷേ നല്ല മഴയായിരുന്നു പുറത്ത്. അവസാനം നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന്, എന്തായാലും പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് വെച്ചു. അങ്ങനെ ഇറങ്ങി നമ്മൾ പയ്യന്നൂരെത്തി. അവിടുന്ന് പൂക്കം വാങ്ങാനുണ്ടായിരുന്നു, അത് വാങ്ങി നേരെ നമ്മൾ പയ്യന്നൂർ അമ്പലത്തിലേക്ക് എത്തി. ഗൈസ്, ക്രോക്സ് ഇട്ട് പട്ടുപാവടയും കൂടി ഇട്ടിട്ട് പോകുന്ന രേവതി സിയാറിനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ചപ്പേ അവിടുന്ന് വിചാരിച്ച പോലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ എന്തൊക്കെയോ കുറച്ചിങ്ങനെ ഫോണിൽ ഷൂട്ട് ചെയ്ത് വെച്ചു. ഒന്നും സ്പോട്ടിൽ പറഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല. വ്ളോഗെല്ലാം ചെയ്യണമെന്ന് വെച്ചിട്ടാണ് നിന്നിട്ടുണ്ടായത്, പക്ഷേ അതൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ക്ലിപ്സ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ എന്തായാലും എടുത്ത സ്ഥിതിക്ക് ഫോണിൽ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ തോന്നി എന്തായാലും എഡിറ്റ് ചെയ്തിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വെച്ചു. നമ്മളവിടെ നിന്ന് വെള്ളത്തിൽ നിന്നെന്തല്ലോ കളിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞ് സൂക്ഷിക്കണം, കാല് തന്നെ വീഴുന്നതിൽ. പക്ഷേ രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം കുറച്ച് നല്ല ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിന്. ഉള്ള ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോഴത്തെ സൈഡിലിരുന്നിട്ട് നമ്മളെ വീഡിയോസ് എല്ലാം എടുക്കാൻ തുടങ്ങി. പറയൂ, എന്താണ് താങ്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ? നനഞ്ഞു നിൽക്കുമ്പോൾ
എന്ത് തോന്നുന്നു? പറയൂ, എന്തേലും പറയൂ. എന്നാ ധീരരോധനമാണ് കേൾക്കുന്നത്. അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞ് എനിക്ക് നേരെ നമ്മളിപ്പോഴത്തെ സൈഡിലേക്ക് പോയി. അവിടെ നിന്ന് രേവുവിൻ്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിനി. അവളെ കുറച്ച് സിംഗിൾ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാമെന്ന് വെച്ചു. അത് എടുത്തിട്ട് ക്യാമറേൻ്റെ ഏട്ടൻ പറയുന്ന പോലെ അതിനനുസരിച്ച് ഇങ്ങനെ പോസൊക്കെ ചെയ്തിട്ടിരിക്കുന്നതാണുള്ളത്. അപ്പോഴത്തേക്ക് ആച്ചാപ്പീൻ്റെ തലേന്ന് പൂ കഴിഞ്ഞ് വീണു. സുട്ടു അത് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായി. അതും കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങ് പോന്ന അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടുന്നില്ല. ആച്ചാപ്പി ഇതെങ്ങനെ ഇവരെല്ലാം വ്ളോഗ് എടുക്കുന്നല്ലേ? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ലടോ ഒന്ന്. അപ്പോൾ നമുക്ക് ബാക്കി അവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, ക്യാമറയിലേക്ക് നോക്കി കാലം കുറച്ചുകൂടെ പൊക്കി പിടിച്ച്. ഇല്ല ഇല്ല, ലൈറ്റ് ഫ്രണ്ട് കൊടുക്കാൻ പറ്റുമോ? വെള്ളത്തിൽ കിടന്ന് മടുത്തു. അയ്യോ അമ്മേ ഇൻഷു വിടാക്കിടില്ലേ.